Gallery Furniture and Appliances, Sania തിയേറ്ററിന് എതിർവശം എരമല്ലൂർ. Our sister concern, Grand Furniture Mart എരമല്ലൂർ, Grand Galaxy തുറവൂർ. എൻ കെ ലത്തീഫ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ എൻ കെ ലത്തീഫ് അനുസ്മരണം സംഘടിപ്പിച്ചു. 6 പതിറ്റാണ്ടുകാലം കൊച്ചിയുടെ സാംസ്കാരിക മുഖമായിരുന്ന എൻ കെ ലത്തീഫിനെ അനുസ്മരിക്കുന്നതിന് ലത്തീഫ് ഫൗണ്ടേഷൻ നടത്തിയ കൂട്ടായ്മ കൊച്ചി നഗരസഭാ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ന്യായാധിപന്മാരും ചില സമയത്ത് നേരെന്നുള്ള നിലയിലും വ്യക്തി എന്നുള്ള നിലയിൽ എന്നോട് ചെറിയ പരിഗണനയൊക്കെ കാണിക്കാറുണ്ടെങ്കിലും സാറിനോട് എനിക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടാവുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ സാറിനോട് എൻ്റെ പരാധീനതകളൊക്കെ പറഞ്ഞു. അപ്പോൾ സാറിനോട് ഞാൻ ഇടയ്ക്ക് പോകാനൊരു അനുവാദം ചോദിച്ചപ്പോൾ അദ്ദേഹവും ഒരു ചെറിയ പ്രത്യാന്തര ബാഹുല്യത്തിലാണ് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആദ്യമായി സദസ്സിനോട് അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം, പരിപൂർണമായി എല്ലാവരുടെയും പ്രസംഗം കേൾക്കുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട്. ദയവായി നിങ്ങൾ ക്ഷമിക്കണം എന്ന് ആമുഖമായി ഞാൻ. എഴുത്തുകാരനും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനവുമായ ഡോക്ടർ കായംകുളം യൂണിസിലെ ലത്തീഫ് സ്മാരക പുരസ്കാരം കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസും സംസ്ഥാന മനുഷ്യാവകാശ ചെയർമാനുമായിരുന്ന ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് സമ്മാനിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ എൻ കെ എം ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. മൗലാന ആസാദ് ലൈബ്രറി വനിതാവേദി ചെയർപേഴ്സൺ എ സുമയ്യ പ്രശസ്തി പത്രം സമർപ്പിച്ചു. അഡ്വക്കേറ്റ് പി കെ സജീവൻ, ഖദീജ സെയ്ദ് മുഹമ്മദ്, എം എം സലീം, അഡ്വക്കേറ്റ് ജോർജ് ജോസഫ്, സാബിറ ജബ്ബാർ, മുഹമ്മദ് സഗീർ പ്രസംഗിച്ചു. സുനിത ഫൈസൽ ലത്തീഫ് അനുസ്മരണ കാവ്യം ആലപിച്ചു. ലത്തീഫിന്റെ രേഖാചിത്രം ആർട്ടിസ്റ്റ് പി എം സഗീർ വരച്ചത് ശ്രദ്ധേയമായി. സാഹിത്യ ക്യൂസ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും കൊച്ചിയിലെ സ്കൂൾ ലൈബ്രറികൾക്കുള്ള ലത്തീഫിന്റെ 2 കൃതികളും വേദിയിൽ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.